നമ്മളപ്പോൾ നമ്മൾ ട്രക്കിങ് തുടങ്ങിയിട്ടുണ്ടോ ആനപ്പിണ്ടം കിടക്കുന്നു ഗൈസ്. നമ്മളപ്പോൾ അറിയാൻ സത്രം അപ്പം മുടി വളരുന്നതാണ് എന്ത് എന്നാണ് പഴയ ആൾക്കാർ പറയുന്നത്. ഇപ്പോൾ നമ്മൾ ട്രക്കിങ് ചെയ്തിപ്പോൾ 1.5 കിലോമീറ്റർ ആയി കാണും. അതെ, നല്ല രസമുണ്ട്. പക്ഷെ വെയിലുണ്ട്, കുറച്ച് ചൂടാണ്. അതുകൊണ്ട് ഞങ്ങൾ സേഫ്റ്റി ഇതൊക്കെ എടുത്തിട്ടാണ് വന്നേക്കുന്നത്. സ്റ്റീവ്സ് ഒക്കെ എടുത്തിട്ടുണ്ട്. എല്ലാം വെറുതെ കൈ ടൈമാക്കണ്ടല്ലോ. അഫ്കോഴ്സ് മുഖം ടൈനെല്ലാം ചെയ്യില്ലാന്ന് എന്താണ് പുലിയായിട്ട് തിരക്കുന്നു. അല്ല അത് പുലിയ പുലി. ഞാൻ ഫോണിൽ റീലുണ്ടായിരുന്നു. വേണ്ട അങ്ങനെ പിന്നെ കൊടുക്കുന്നു. അല്ല കത്തിച്ചതെന്നാണത്. ഇതൊക്കെയാണ് അപ്പോൾ ഞങ്ങളുടെ കഥകൾ. നല്ല വ്യൂ അല്ലേ, വ്യൂസ് വണ്ടർഫുൾ. നമ്മൾ നേരത്തെ കണ്ട പുലിയുടെ കീട്ടം എന്ന് പറഞ്ഞത് ചെറിയൊരു തെറ്റിദ്ധാരണയുണ്ട്. അത് മുള്ളംപന്നിയുടെ ആയിരുന്നു. ഞങ്ങൾ വേറെ കാണിച്ചു തരാനായിട്ട് ഇവിടെ നോക്കിയിട്ടൊന്നും കാണില്ല. ഇനി കുറച്ച് പോയി കഴിയുമ്പം വേറെ എന്തെങ്കിലും വെറൈറ്റി ടൈപ്പ് ഓഫ് എന്തെങ്കിലും കാണണമെങ്കിൽ ഞങ്ങൾ കാണിച്ചു തരാം. യെസ്, സൈനിങ് ഓഫ്. ഇതാണ് കാട്. ദിസ് ഈസ് ഞങ്ങളെ കൊണ്ടുപോകണ മാഡം. നിങ്ങൾക്ക് മാഡത്തിനൊരു ടോക്കൊക്കെ ഉണ്ട്. ദിസ് ഈസ് ശ്രേയസ്, ദിസ് ഈസ് അഞ്ജന MS ആൻഡ് ഞങ്ങളുടെ വീട്ടിലെ രഹന മണി. ഇത് അബിയ ജോഷി. ഇത് ഞങ്ങളുടെ സാറ്. ദിസ് ഈസ് ഹരി സാർ. ഇതിൻ്റെ ഒരു വലിയൊരു തോക്കിരിക്കുന്നു ഗൈസ്. ഹായ് ഗൈസ്, നമ്മൾ കാടിന് നടുവിൽ കണ്ടോ. നമ്മൾ അതിൽ കൂടെ ഇറങ്ങി വന്ന് ഇവിടെ റിവറുണ്ട്. അതൊക്കെ ക്രോസ് ചെയ്ത് ഞങ്ങൾ അതെ കാട്ടുപന്നിയുടെ കാൽപ്പാടുകൾ, ആനയുടെ കാൽപ്പാടുകൾ, ആനയുടെ കുറേ ഇതൊക്കെ ഉണ്ടായിരുന്നു. ആനപ്പിണ്ടം പോകലെടുത്ത് വെച്ചിട്ട് കുറച്ച് മിസ് വരുന്നു. അവിടെ എന്തെങ്കിലും എല്ലി കിട്ടുന്നുണ്ട്. പോത്തിന്റെ കാട്ടുപോത്തിന് കൊണ്ട് ഇവിടെ കുറെ എല്ലുകളുണ്ട്. ആരൊക്കെ ഈ മനുഷ്യന്റെ ആണെന്ന് ആർക്കറിയാം. കണ്ടോ, ഇതാണ് നമ്മുടെ നോക്കണ്ട. നമ്മൾ നടന്ന് നെക്സ്റ്റ് ഇതെന്ത് തീട്ടോ കരടീര എന്നാണ് പറയുന്നത്. ഇത്ര വലുതാട്ടോ. ഇതാണ് കേട്ടോ കരടീര. ചാടി ചാടി എവിടെയൊക്കെയോ പോകുന്നു. നമ്മൾ കാട്ടി കയറിയിരിക്കുന്നു. ജോയൽ ജീനോ, എല്ലാം കിളി പോയ ജീനോ പൊടി. ആനപ്പിണ്ടം നെക്സ്റ്റ് ആനപ്പിണ്ടം. ഇവിടെ വന്ന് ആന വെള്ളം കുടിക്കുന്ന സ്ഥലമാണ്. കണ്ടോ, കുറേ മീനൊക്കെ ഉണ്ട്. മീനുണ്ട്, ഞാൻ അത് കാണാൻ പറ്റുന്നില്ല. എന്താന്ന് മേടെ ഇറങ്ങിയിട്ടുണ്ട് തോക്കും കൊണ്ട്. കണ്ടോ, ഞങ്ങളുടെ മേഡമാണത്. വീട്ടിൽ തോക്കൊക്കെ ഉണ്ട്. ഇവിടെ എന്തോ കാര്യമായിട്ട് നടക്കുന്നു. ആനപ്പിണ്ടം, ഫ്രഷ് ആനപ്പിണ്ടം. എന്നിട്ടൂടെ ചെയ്യാൻ പോണത് നമ്മൾ ഇവിടെ മരമൊക്കെ വെട്ടി മരമൊക്കെ എടുത്തുകൊണ്ട് വന്ന് അവിടെ ഒരു ചേട്ടൻ മരമൊക്കെ മുറിക്കുന്നു. ചേട്ടനല്ല, ഫോറസ്റ്റ് ഉദ്യോഗസ്ഥൻ.
ഉണ്ടോ? ഇവിടെ പക്ഷെ നൈസാട്ടോ, നൈസാണ്. എന്തെങ്കിലും ചൂടില്ല, പക്ഷെ തണുത്ത് കാറ്റുണ്ട്. ചിലര് വേർക്കുന്നുണ്ട്. എന്തോ കാര്യമായിട്ട് ചെയ്യുന്നോട് കാണിച്ചാ. നമുക്ക് എന്താണ് പരിപാടി എനിക്ക് മനസ്സിലാക്കില്ല. കമ്പ് ഓർക്കാൻ പക്ഷെ വലിയ നല്ല രീതിയിലല്ല, ഇവരാണ് എന്നെ കളിയാക്കുന്നത്. നല്ല രീതിയിലൊക്കെ ഇവരെന്നെ കളിയാക്കും. മുടിയൊക്കെ വളർത്തി പെൺപിള്ളേരെ കൂട്ടുന്നാണ് അബിയെ പറയുന്നത്. നല്ല ടപ്പ് വീട്ടിലല്ല. എന്തിനാ ഞാൻ വെട്ടണേ അറിയില്ല ഗീസ്, ചോദിച്ചു നോക്കിയാലോ നമുക്ക്. ചോദിച്ചു നോക്കാം നമുക്ക്. ഇച്ചിരി ബിസിയാണ്. ഹരിസാറിൻ്റെ ബിസി കഴിയുമ്പോൾ നമുക്ക് ഹരിസാറോട് ചോദിക്കാം. ഹരിസാർ ഇതെന്തിനാ? എന്തോ തട വെക്കാണ്. വ്ളോഗർ നമ്മൾക്കിടയിൽ വ്ളോഗർ. അതെ, കട വെക്കാനാണ്. ആനക്കടക്കാണേ. ആനക്കടക്കാണ്. ഇത് എന്താണ് സംഭവം, എന്തിനാണെന്ന് നമുക്കറിയത്തില്ല. ശരിക്കും പറഞ്ഞത് നമ്മളിവിടെ കൊണ്ടുവന്നിട്ട് പണിയെടുപ്പിക്കുന്നു. അവർക്ക് ചെയ്യാന്നുള്ള ജോലി നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നു. പിള്ളേര് പണിയെടുക്കുന്നു. അയ്യോ സാറില്ല, കൈ മൊത്തം എവിടെ കണ്ടോ, നമ്മൾ അവിടെ കല്ല് വെക്കാൻ വേണ്ടിട്ട് കല്ലോരോന്ന് കുഞ്ഞു കുഞ്ഞു ചെയ്ത് ഇവിടെ വേറൊരു സെലിബ്രേഷൻ ഉണ്ട് കേട്ടോ. സബ് ചെയ്ത് സ്കൂട്ടറിൽ യൂട്യൂബിലുണ്ടോ? നമ്മൾ നേരത്തെ ഉണ്ടാക്കാൻ തീരുമാനിച്ചൊരു കുഞ്ഞ് ചെക്ക് ഡാമാണ് കാണിച്ചെടുത്തത്. കണ്ടോ, അവിടെ മണ്ണൊക്കെ കൂട്ടിച്ച് സാറ് കണ്ടോ. അതാണ് ഞങ്ങൾ ഇത്ര കഷ്ടപ്പെട്ട് കല്ല് ഡെസ്റ്റിനേഷനിലേക്ക് പോവുകയാണ്. ഞങ്ങൾ ചെക്ക് ഡാം ഉണ്ടായി കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഡെസ്റ്റിനേഷനിൽ പോയി നമ്മൾ സാധനങ്ങൾ വരിപ്പിക്കുന്നു പറഞ്ഞത്. അത് നമ്മൾ അബിയനെ കൊണ്ട് വരിപ്പിക്കും, അവന്മാരെ കൊണ്ട് വരിപ്പിക്കും. അപ്പോൾ പശുവിന് പുല്ല് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞേ. ആനക്കല്ല പശുവിന്. പിന്നെ പശു ആന ചാണകം. ആനക്ക് നമ്മ പുല്ല് കൊടുക്കും എന്നൊക്കെയാണ് പറയണത്. നമ്മൾ ഈ റിവർ ക്രോസ് ചെയ്താണ് പോണത്. പക്ഷെ ഈ റിവറിനകത്ത് എന്തത് അതെന്തോ വെള്ളത്തിന് മുകളിൽ ഓടി കിടക്കുന്ന ജീവിയാണ്. കടക്ക് അഡ്വഞ്ചറാണ് ഫുള്ള്. ഇതാണ് ഗൈസ് അമല്. ഗൈസ് കാട് താണ്ടി മല താണ്ടി എന്തിൻ്റെയോ എന്തോ മറ്റേ ഉണ്ടമിട്ടായ അത് ടോയ്ലറ്റോടി. ഗൈസ് അങ്ങനെ നമ്മൾ മേളിലെത്തിക്കുന്നു. ഗൈസ് താഴത്തുനിന്ന് മേളിലെത്തിക്കുന്നു. ബാഡ് ബോയ്സ് ബോയ്സ് അതല്ല ഗേൾസ് ഉണ്ട്. ഗേൾസിനെ പക്ഷെ കാണാനില്ല. ഇവിടെ രണ്ട് ക്യാമറ ഉണ്ട്. അതെ, നമ്മളങ്ങനെ കുറേ കിലോമീറ്റർ നടന്നു. ഒരു ചെറിയ ഡാമൊക്കെ ഉണ്ടാക്കി. എന്തിനാ പറഞ്ഞത്? എന്തോ ആണ് എന്തോ ഞാൻ മറന്നു. അതിന് മുമ്പ് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് നോക്കിട്ട് പറയാം. അതെ, ഞാൻ ഒരു കാര്യം പറയട്ടെ.
ഇവിടെ ഭയങ്കര കളിയാക്കുന്നു. അണ്ണനെ കളിയാക്കുന്നു. വെള്ള കളർ മുടി ാണ് കഴിക്കുന്നത് മെയിൻ ട്രിപ്പ് പോയി വന്നതാണ് കാണുന്നത്. ഒരു ലോറിയും ഒരു അംബാസഡർ കാറും.